വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മിസ് യു സിനിമ, തമിഴ് സിനിമ ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്കൊക്കെ ആവാം കേട്ടോ. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ സത്യസന്ധമായ സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സത്യസന്ധമായ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് പേര് സിനിമ നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഒരേ അഭിപ്രായം തന്നെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമ എനിക്ക് ഇഷ്ടമായാൽ മാത്രമേ ഇഷ്ടമായി എന്ന് പറയുകയുള്ളൂ. പക്ഷേ എല്ലാവരും ആ സിനിമ ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിട്ട്, ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് തന്നെ ഫോളോ ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല. കാരണം അത് എൻ്റെ ഒപ്പീനിയനാണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമായിട്ടുണ്ട് എന്നും അതിൻ്റെ കാരണങ്ങൾ കൂടി ഞാൻ പറയുന്നതാണ്. ഇനി ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന കാരണങ്ങളും ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മിസ് യു സിനിമയുടെ എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഹീറോ വലിയൊരു VIP വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, അവരുണ്ടാക്കിയ പ്രശ്നത്തിനെതിരെ ഇയാൾ പോരാടുന്നു, അത്ര തന്നെ. പക്ഷേ VIP ആയതുകൊണ്ട് തന്നെ ഇയാൾ സാധാരണക്കാരനാണ്. VIP പറഞ്ഞാൽ അയാൾ മന്ത്രിയാണ്. മന്ത്രിയുടെ അടുത്താണ് സാധാരണക്കാരനായ ഇയാൾ പോയിട്ട് അതിന് പോരാടുന്നത്. അപ്പോൾ എന്തായാലും മന്ത്രി ഈ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുമല്ലോ. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഇതിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ അത്രയും ഭാഗം കണ്ടപ്പോൾ വിചാരിച്ചു നല്ലൊരു ത്രില്ലിങ്ങിൽ സംഭവങ്ങൾ പോകുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉദ്യോഗജനകമായ നിമിഷങ്ങളാണ് ഇവർ തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത് അതല്ല. ആ ഒരു സംഭവത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരാവശ്യവുമില്ലാതെ ഒരു പാട്ടാണ് കാണിച്ചത്. സാധാരണ ഈ തമിഴ് സിനിമകളിലും അതേപോലെ തെലുങ്ക് സിനിമകളിലൊക്കെ ആവശ്യമില്ലാതെ പെട്ടെന്നൊരു പാട്ട് അതിലേക്ക് കൂട്ടിച്ചേർക്കണം എന്ന് കരുതിക്കൊണ്ട് ചേർക്കുമല്ലോ, ആ രീതിയിലൊരു പാട്ട്. പക്ഷേ ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പാട്ട് അങ്ങനെ ആ സമയത്ത് വേണ്ടാത്തൊരു പാട്ട് തന്നെ ആയിരുന്നെങ്കിൽ അതിൻ്റെ BGM, അതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ, ഡാൻസ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. എന്നാലും ആ ഒരു പാട്ട് കണ്ടതും തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിലെ ഹീറോ സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥിൻ്റെ ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട സിനിമകളിലൊന്നും സിദ്ധാർത്ഥിന് എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഞാൻ എല്ലാ സിനിമകളും സിദ്ധാർത്ഥിൻ്റെ കണ്ടിട്ടില്ല. പക്ഷെ കണ്ട സിനിമകളിൽ എനിക്ക് സിദ്ധാർത്ഥിനെ പോരാ എന്ന അഭിപ്രായത്തിലാണ് ഞാൻ. ബോയ്സ് അടക്കം കണ്ടിട്ടുണ്ട്. ആദ്യത്തെ സിനിമ ബോയ്സ് ആണല്ലോ. അപ്പോൾ അതടക്കം എനിക്ക് വലിയ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അത് രസമുള്ള സിനിമയായിരുന്നു. എന്നാലും സിദ്ധാർത്ഥിൻ്റെ ആ ഒരു വേഷം കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണല്ലോ. അതുകൊണ്ട് എനിക്ക് പൊതുവേ സിദ്ധാർത്ഥിൻ്റെ സിനിമകൾ വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ പാട്ടും കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിദ്ധാർത്ഥിനെ ആ രീതിയിൽ തന്നെ ഇതിൽ കൊണ്ടുപോവുകയാണ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു തല്ലിപ്പൊളി സിനിമ തന്നെയാണെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. കാരണം ആ പാട്ടിൻ്റെ പോലെ അങ്ങനെയായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ വേറിട്ട രീതിയിലാണ് കാര്യങ്ങൾ പിന്നെ പോയതൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഈ സിനിമ ഈ ലെവലിലേക്ക് അങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഡയറക്ഷൻ ആൻഡ് കഥ എഴുതിയ ആൾ രാജശേഖറാണ്. ആദ്യം തന്നെ രാജശേഖറിന് ഈ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തിനാണ് ഞാൻ അഭിനന്ദനങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ, തമിഴിലൊക്കെ കുറേ കാലമായി ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് കേട്ടോ. ഒരു നല്ല കഥ, നല്ല തിരക്കഥ, നല്ല ഡയലോഗ്, നല്ല ഡയറക്ഷൻ എല്ലാം ഒത്തിണങ്ങി ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും ആ പാട്ട് കണ്ടതിന് ശേഷം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സിനിമ ആ ലെവലിലേക്ക് പോകുന്നു. കാരണം ആദ്യം കാണിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്നത്. ആ കാര്യങ്ങൾ ഒരു സൈഡായി പോയി. പിന്നെ അതിന് ശേഷം വരുന്നത് വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ആ വേറെ കാര്യങ്ങൾ ഇവർ കൊണ്ടുപോയിരിക്കുന്ന രീതിയൊക്കെ വളരെ രസകരമാണ്. കാരണം ആദ്യം കാണിച്ച കാര്യത്തിനും ഇതിനൊരു ബന്ധമുണ്ട്. കാരണം ആദ്യം കാണിച്ച വിഷയത്തിൽ ഇയാൾക്കൊരു കാര്യം സംഭവിക്കുന്നുണ്ട്.
ആ സംഭവത്തിന് ശേഷമാണ് സിനിമയുടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വേറെ രീതിയിൽ പോകുന്നത്. നല്ല ത്രില്ലിംഗ് ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു പ്രണയം ഇതിലുണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ ബോയ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വെറുതെ പൂവാലിനെ പോലെ കെഞ്ചി താണു പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരു തരം പ്രണയമാണല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നല്ല നിലവാരമുള്ള തരം ഒരു പ്രണയമാണ്. അതായത് സിദ്ധാർത്ഥ് ആകട്ടെ, അതേപോലെ ഇതിലെ ഹീറോയിൻ സുബ്ബുലക്ഷ്മി എന്നാണ് ക്യാരക്ടർ നെയിം. അവരുടെ പേര് ആഷിക രംഗനാഥാണ്. അപ്പോൾ ഈ ആഷിക രംഗനാഥും സിദ്ധാർത്ഥും ഈ പ്രണയം വളരെയധികം അഭിനയിച്ച് തന്നെ മാറ്റുകൂട്ടിയിട്ടുണ്ട്. ഒരു കാഷ്വലായ പ്രണയമാണ്, വെറുതെ എന്തൊക്കെ കാണിച്ചു കൂട്ടുക അങ്ങനത്തെ പ്രണയമൊന്നുമല്ല. ഒരു നല്ല ലോജിക്കുള്ള ഒരു പ്രണയമാണ്. അത് നല്ല രീതിയിൽ തന്നെ അവസാനം വരെ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകൾ, ഞാൻ ആദ്യം ഒരു പാട്ട് പറഞ്ഞല്ലോ, അതിനുശേഷം വരുന്ന പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ ആ പാട്ടുകൾക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജിബ്രാൻ ആണ്. ജിബ്രാൻ എന്ന മ്യൂസീഷ്യൻ നല്ല രീതിയിൽ തന്നെ മ്യൂസിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അനിരുദ്ധിൻ്റെയൊക്കെ പോലത്തെ മ്യൂസിക് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ AR റഹ്മാൻ്റെ മ്യൂസിക് പോലെയും അല്ല, വേറെ രീതിയിൽ. അതായത് കുറേ ആയിട്ട് ഇങ്ങനത്തെ മ്യൂസിക് കേട്ടിട്ട് നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ പാട്ടിനെ ശ്രദ്ധിക്കാതെ ഒന്ന് തല താഴ്ത്തി പിടിച്ച ആ മ്യൂസിക് മാത്രം കേൾക്കുമ്പോൾ നന്നായിട്ടുണ്ട്, നല്ല മ്യൂസിക്. അതായത് വെറുതെ ഭയങ്കര ബഹളമുള്ള ഒച്ചകൾ, അതുപോലെ എന്താ പറയുക, ആകെ കൂടി എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് ചറപറ അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല ഇവർ ശബ്ദം മിശ്രണമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കങ്കുവയൊക്കെ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ വെല്ലുവിളി, അതായത് തിരിച്ചടി തന്ന സിനിമയാണല്ലോ അത്. അപ്പോൾ അതുപോലെയല്ല, ഇതിൽ നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആക്ഷൻ രംഗങ്ങളുണ്ട്, ആക്ഷൻ രംഗങ്ങൾക്കുള്ളതും അതേപോലെ ഇതിലുള്ള കുറേ സെൻറ്റിമെൻറ്റ്സായ വിഷയങ്ങളുണ്ട്. അതിനൊക്കെ കൊടുത്തിരിക്കുന്ന ആ BGM സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ കോമഡിക്കായിട്ട് വന്നിരിക്കുന്നത് കരുണാകരൻ, പിന്നെ ബാലശരവണൻ ഒക്കെയാണ്. അവരോടൊപ്പം ഒരു ലേഡി ക്യാരക്ടറുണ്ട്. പിന്നെ ഇവൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരും തന്നെ പലപ്പോഴും കോമഡിയായി മാറുന്നുണ്ട്, സീരിയസ് ആയിട്ടും മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലെ കോമഡി എങ്ങനെയെന്നറിയോ? രണ്ട് രീതിയിലുള്ള കോമഡികളാണ് നമ്മൾ സിനിമയിൽ കാണുക. ഒന്ന് വന്നിട്ട് മണ്ടത്തരങ്ങളുടെ കോമഡി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മലയാളത്തിൽ ബാഡ് ബോയ്സ് സിനിമ വന്നു, വെറും മണ്ടത്തരങ്ങളുടെ കോമഡിയാണല്ലോ അതിൽ. അതേപോലെ കുണ്ടന്നൂരിലെ കുൽസിത ലഹള, ഇതിൻ്റെയൊക്കെ സിനിമയുടെ റിവ്യൂ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മണ്ടത്തരങ്ങളുടെ കോമഡികളാണ്. അപ്പോൾ അങ്ങനെ മണ്ടത്തരങ്ങളുടെ കോമഡി കണ്ടാലും എനിക്ക് ചിരി വരും. എനിക്ക് വളരെയധികം എന്തൊക്കെ മണ്ടത്തരം ഇവർ ചെയ്യുന്നത് പറഞ്ഞിട്ട് ചിരി വരും. അതേസമയം നല്ല ലോജിക്കുള്ള കോമഡികളുണ്ടല്ലോ, അതിനും എനിക്ക് നന്നായിട്ട് ചിരി വരും. ഇതിൽ നല്ല നിലവാരമുള്ള ലോജിക്കുള്ള നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വീണ്ടും വീണ്ടും ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കോമഡികളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്കൊരു അത്രയ്ക്കൊരു ലോജിക്ക് പോരാ എന്ന് തോന്നിയ ഒരു വിഷയമുണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ സിനിമ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പോയത് കേട്ടോ. പക്ഷേ പോയി കണ്ടപ്പോൾ എനിക്കിതിൽ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും എവിടെ ഒരു മിസ്റ്റേക്കേ ഞാൻ കണ്ടില്ല. നല്ല രീതിയിലാണ് ഈ സിനിമ പോയത്. പക്ഷേ അവസാനം എത്തിയപ്പോൾ ലോജിക്ക് ഇല്ലാത്ത, എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ ഈ ഹീറോയ്ക്ക് ഒരു പ്രത്യേക സംഭവമൊക്കെ ഉണ്ടായിട്ട് അയാൾക്കൊരു കാര്യം ലഭിക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ കഥയൊന്നും പറയില്ല. ഇനി ഞാൻ കഥ പറഞ്ഞുകൊണ്ടാണ്, കുറച്ചൊക്കെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഞാൻ കഥ പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ തന്നെ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ അതുപോലെ പറയാം. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കഥ പറയുന്നില്ല. അപ്പോൾ ഇയാൾക്ക് ലഭിക്കേണ്ട കാര്യം ലഭിക്കാനായിട്ട് ഇയാളൊരു സംഭവം മണക്കുമ്പോഴാണ് ഇയാൾക്കത് ലഭിക്കുന്ന പോലെ കാണിക്കുന്നത്. അതെനിക്ക് അത്രയ്ക്ക് പോരാന്ന് തോന്നിയെങ്കിലും ആ ഒരു വിഷയം ഈ സിനിമയുടെ ആസ്വാദനത്തെ തെല്ലും ബാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിനും അവസാന നിമിഷം വരെയും അങ്ങനെ പോയിട്ട് അവർ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നെങ്കിലും അവർ പിന്നീട് സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നല്ല ലോജിക്കുണ്ട്. എന്തായാലും സിദ്ധാർത്ഥിനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത എനിക്ക് സിദ്ധാർത്ഥിൻ്റെ അഭിനയം കൊണ്ടും ഈ സിനിമയുടെ കഥ, തിരക്കഥ, മ്യൂസിക്, ആക്ഷൻ, അതേപോലെ കോമഡി എല്ലാം കൊണ്ടും ഈ സിനിമയ്ക്ക് എല്ലാം യോജിച്ച് വന്നതുകൊണ്ടും സിദ്ധാർത്ഥ് അതിനനുസരിച്ച് അഭിനയിച്ചതുകൊണ്ടും എന്തായാലും സിദ്ധാർത്ഥിനെ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടമായിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമ എനിക്ക് എല്ലാ കാര്യങ്ങൾ കൊണ്ടും നന്നായിട്ട് ഇഷ്ടമായി.
അപ്പോൾ ഇതിന് മറ്റാരെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. തമിഴ് മനസ്സിലാകാത്തത് കൊണ്ട് പലരും കഥ മനസ്സിലാകാതെ നെഗറ്റീവ് പറയുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ശരിക്കും മനസ്സിലായ എന്തായാലും ആരും തന്നെ നെഗറ്റീവ് പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് എനിക്കറിയണ്ട. എനിക്ക് എന്തായാലും ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മിസ് യു, ഡോണ്ട് മിസ് യു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.